ഹബീബികളെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും അടിപൊളിയായ ഒരു മോസ്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആൾക്കാർ വന്ന് സന്ദർശിക്കുന്ന മോസ്കാണിത്. ഭയങ്കര അടിപൊളിയാണ്. നമ്മളിപ്പോൾ അവിടേക്കാണ് ഇന്ന് ഇഫ്താർ മീറ്റിന് പോകുന്നത്. അപ്പോൾ ഞാനൊന്ന് ATM വരെ ഒന്ന് പോയതായിരുന്നു. അപ്പോൾ കുറച്ച് പൈസ അടയ്ക്കാനുണ്ടായിരുന്നു. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബസ് കാർഡില്ല എൻ്റെ അടുത്ത്. അബുദാബി ബസ് കാർഡില്ല എൻ്റെ അടുത്തുള്ളത്. ദുബായ് ബസ് കാർഡാണ്. അതുകൊണ്ട് നമുക്ക് അബുദാബി ബസ് ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബസ് കാർഡ് എന്തായാലും ഇപ്പോൾ ബസ് കിട്ടുന്നത് നമ്മുടെ മെയിൻ അബുദാബി ബസ് സ്റ്റോപ്പിൽ പോയാലാണ് ബസ് കിട്ടുള്ളൂ. അപ്പോൾ ബസ്സിൽ കയറി പോകണമെന്നുണ്ടെങ്കിൽ ബസ് കാർഡ് എടുക്കണം. അബുദാബി ബസ് കാർഡ്, അബുദാബി ബസ്സിൻ്റെ ബസ് കാർഡ്. അപ്പോൾ അത് അവിടെ തന്നെ കിട്ടുമെന്നാണ് കേട്ടത്. ഞാനാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ബസ് നമ്പർ അത്ര അറിയില്ല. അതൊരു വ്ളോഗർ ഒരു ടിക്ടോക്കിലൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നോക്കണം. ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഗൈസ്. അങ്ങനെ ഞാനിതാ അബുദാബി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അബുദാബി ബസ് സ്റ്റാൻഡ് തുടങ്ങുന്നത്. അവിടെ വരെ ഉണ്ട്. ഓക്കെ, അവിടെ പോയി നമ്മൾ കയറണം. ഇപ്പം അങ്ങോട്ടേക്ക് ഇനി ഞാൻ നടന്നു പോകണം. ഇവിടെ കുറേ പേര് ഇരിക്കുന്നവരുണ്ട്, ഇവിടെ റെസ്റ്റ് എടുക്കുന്നവരുണ്ട്, ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കുമല്ലേ? ആയിരിക്കാം. എനിവേ, അതെ ബസ്സൊക്കെ പോകുന്നുണ്ടോ? അങ്ങോട്ടൊക്കെ എത്താനുണ്ട്. എൻ്റെ ബസ്സിൻ്റെ നമ്പർ ഞാനൊന്ന് നോക്കട്ടെ ഗൈസ്. അപ്പോൾ ബസ് നമ്പർ 094 എന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടെ ഞാൻ കാണുന്നത് ഷാർജ ടു ദുബായ് ബസ്സുകൾ മാത്രമേ ഉള്ളൂ. അയ്യോ, അങ്ങനെ ഗൈസ്, ഞാനിതാ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ നിന്ന് സെക്യൂരിറ്റി പറഞ്ഞത് ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ 094 വരും എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് കയറിയിട്ട് അപ്പുറത്ത് പോയി ബസ് നിൽക്കുന്നവരുണ്ട് കേട്ടോ. എന്തായാലും നല്ല ഒരു അടിപൊളി ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇനി ബസ്സിന് കയറും. ഇവിടെ കുറേ പേരൊന്നുമില്ല, കുറച്ച് പേരുള്ളൂ കയറാനായി. നമുക്ക് റീചാർജ് മെഷീൻ ഉണ്ട്, ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. പക്ഷേ ഞാനിവിടെ മര്യാദയ്ക്ക് ഇരിക്കാനൊന്നും പറ്റില്ല, കീഞ്ഞു പോകും കേട്ടോ. ഇങ്ങനെ കീഞ്ഞു പോകും. അപ്പോൾ 094 ബസ് ഇവിടെ വരും എന്നാണ് പറഞ്ഞത്. ഓരോ അരമണിക്കൂറിലുണ്ട്. അപ്പോൾ വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഒന്നും അറിയില്ല. ബസ് സ്റ്റോപ്പിൻ്റെ മുകളിലൂടെ ആൾക്കാരൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വേറെ സ്ഥലത്തേക്കുള്ള ബസ് സ്റ്റോപ്പാണ് അത്. അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ നിന്ന് ബസ് കയറുന്നത്. ബസ് കാർഡ് ഇതാണ് എൻ്റെ ബസ് കാർഡ്. ബസ് കാർഡിന് 45 രൂപ ഉണ്ട്. മുന്നേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-30 ദിറംസ് ഒക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ 20 ദിറംസ് എന്തോ ആയി. ഞാൻ എൻ്റെ ബസ് കാർഡ് മുന്നേ ആരോ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് ആരോ ബസ് കാർഡ് എന്നോട് ചോദിച്ചു. ഞാൻ നല്ല മനസ്സ് കാട്ടിയിട്ട് ആ ബസ് കാർഡ് അങ്ങോട്ട് കൊടുത്തു. എന്തിന് കൊടുത്തു എന്ന് ഞാൻ ആലോചിച്ചത്. കാരണം ഇതെനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് കുറേ കാലം വേണമെങ്കിൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനെ എന്തോ ആണ്. ഓക്കെ, സോ ഇതിനിപ്പോൾ 45 ദിറംസ് കേട്ടോ ബസ് കാർഡിന്. ഞാൻ എടുത്തത് തെറ്റാണോ, ബൈ മിസ്റ്റേക്ക് വേറെ ഏതെങ്കിലും രൂപ ഉണ്ടോ ഒന്നും അറിയില്ല. ഇത് ആരെങ്കിലും അബുദാബി ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ അബുദാബി ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ ഡെയിലി പോകുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും എന്തായാലും എങ്ങനെയാണ് നോർമലി പോവുക, ഏതെങ്കിൽ എത്ര രൂപ വെച്ചിട്ട് കൊടുത്തിട്ടാണ് നോർമലി പോവുക എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 45 ദിറംസ് കൊടുത്തിട്ടാണ് കയറുന്നത്. മുന്നേ 38 ഉള്ളായിരുന്നു. ഇനിയിപ്പോൾ അത് മാറ്റം വന്നാണ് അറിയില്ല. ചിലപ്പോൾ അത് മാറ്റം വന്നതായിരിക്കും. അങ്ങനെ വരാനും സാധ്യതയുണ്ട്. ബസ്സുകൾ വരെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ബസ് ഇതുവരെയായിട്ട് വരുന്നുണ്ട്. കുറേ ബസ് വന്ന് പോകുന്നുണ്ട്. എൻ്റെ ബസ് ഇനി എപ്പോൾ വരുമോ എന്തോ. ഒരു ലോഡ് ബസ്സുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നമ്മുടെ ബസ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇല്ല കാര്യം, ഇതിൻ്റെ ഉള്ളിലും ഇല്ല കാര്യം. അതുകൊണ്ട് നമ്മുടെ ബസ്സുണ്ട് 94 നമുക്കുള്ള ബസ് വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഈ ബസ്സിലേക്ക് എങ്ങനെയെങ്കിലും ഓടിച്ചാടി കയറാൻ നോക്കും. ബസ് ഫുള്ളാണ് ഗൈസ്, എങ്ങനെയെങ്കിലും കയറാം. ഫൈനലി ഗൈസ്, ഐ റീച്ച്ഡ് ഹിയർ. ഞാൻ കറക്റ്റ് കൺമുന്നിൽ ലിറ്റനെ കണ്ട്. അവൻ പോകുന്നുണ്ടാ. ഇവനെയായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ലിറ്റ
കോൾ ചെയ്യാതെ കറക്റ്റ് നമ്മുടെ ആളുകളെ നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നീ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ലിറ്റനുണ്ട് എൻ്റെ കൂടെ. ഞാനും ലിറ്റനും ഇനി ഇവിടെ ഷെയ്ഖ് സയ്യിദ് മോസ്ക് നമ്മുടേതാക്കി മാറ്റും. അതെ, നമ്മളിനി എങ്ങോട്ടാ പോകുന്നത്? എവിടെ എത്താ? അപ്പൊ ഞാൻ പ്രേ ചെയ്യുന്നവനല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു റൂമർ കേട്ടു. പക്ഷെ ഇതുവഴി പോയാലും അതുവഴി അങ്ങോട്ട് കയറാം. നമ്മൾ അതിന് പോവാ. ഇല്ലല്ലോ എല്ലാവരും പോകുന്നത്. ഇതിന്റെ അടിയിൽ കൂടെയാണ് അണ്ടർഗ്രൗണ്ട് പാസേജ്. ഓക്കെ ഗൈസ്, ഇവിടെ എന്തോ പാസ് എന്തോ ഉണ്ടെന്നാണ് കേട്ടത്. ഇതുവഴി അണ്ടർപ്രൈസ് വഴി നമ്മുടെ താഴേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഈ എൻട്രൻസ് വഴി ഞങ്ങൾ അകത്തേക്ക് കിടക്കണം ഗൈസ്. ഇവിടെ പാസ്സൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. ഓക്കെ, ഇനി ഇതിൻ്റെ അണ്ടർ പാസ് വഴി നമ്മൾ ഇങ്ങോട്ട് കയറൂല്ലേ? അങ്ങനെ ഞങ്ങൾ അവിടെ പോയി തകർക്കും ഗൈസ്. എൻ്റെ അമ്മോ, ബസ്സിൽ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. വേർത്ത് പോയി, കണ്ടില്ലേ? എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ വേർത്ത് തുടുത്തിരിക്കുകയാണെന്ന്. അപ്പോൾ നമ്മൾ ഷെയ്ഖ് സയ്യിദ് മോസ്കിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഗൈസ്. ഇതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്. കൂടുതൽ ഈ ഭാഗത്തുള്ളത് ഫുള്ള് ഫോറിനേഴ്സാണ്. ഇതുണ്ട ഷീഷ ഐറ്റംസ് ഫുള്ള്. വാട്ട് എൻ അമേസിങ്. മാറ്റുണ്ടോ? ഇതെന്തോ ഭയങ്കര പുരാതനമല്ലോ ആണോ? പുരാതനമല്ല, എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സിബിഷൻ ചെയ്യാവുന്നതിലുള്ളതുണ്ട് കേട്ടോ ഇവിടെ. അത് കണ്ട എന്നാ ഭംഗിയെ കാണാൻ. ഗൈസ്, ജനകോടികളാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തോ? ഓ ഗോഡ്. അപ്പം ഞാനോർത്ത് എവിടെയെങ്കിലും പോയി ഇരിക്കുക. ഗൈസ്, അങ്ങനെ ഞങ്ങളിതാ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോയ വഴി എന്ന് പറയുന്നത് വിസിറ്റ് ചെയ്യുന്ന വഴിയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അതിൻ്റെ ഇടയിൽ. ഓക്കെ, താങ്ക്സ്. സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട് ഗൈസ്. സോ നമ്മുടെ എൻട്രൻസ് ഇവിടെ എന്തോ കാര്യമായിട്ട് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു രാത്രി കാലങ്ങളിൽ ഇത് വായിക്കാനും ഇതിൻ്റെ ലൈറ്റും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. എനിവേ ആൾക്കാർ കുറേ ഇങ്ങോട്ടും വരുന്നുണ്ട്, അങ്ങോട്ടും പോകുന്നുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകുന്നുള്ള ഒരു പിടുത്തവും ഇല്ല ഗൈസ്. ആ ഒരു നിലക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? പിന്നെ നമ്മുടെ ലിറ്റൻ പറയുന്ന പോലെയല്ല, ആള് വ്ളോഗ് ചെയ്യുന്നതാണ്. ആളും വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിറ്റൻ്റെ ഐഡിയ പറഞ്ഞേ. ഇറ്റ്സ് മീ ലിറ്റൻ എന്നുള്ള ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ പോലെ നോമ്പ് തുറക്കാൻ വന്ന ഒരു ലോഡ് ജനകോടികളാണ് സുഹൃത്തുക്കളായി പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കൂടെയാണ് ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇവിടെ പല ഷോപ്പുകളും ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഫ്രീ സ്റ്റൈൽ ടൈപ്പ് ഷോപ്പുകൾ കുറേ ഉണ്ട് ഇവിടെ അപ്പുറത്ത്. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ ഒത്തിരി ആളുകൾ ഫുള്ളായി തുടങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. നമുക്കിവിടെ ഇരിക്കാൻ പറ്റുമെന്നും അറിയില്ല, നമുക്ക് ഫുഡ് കിട്ടുമെന്നും അറിയില്ല, ഒന്നും അറിയില്ല. നമുക്ക് ആ ബൈക്ക് പോവാം, ഇവിടെ ആൾ കുറവാണ് ഗൈസ്. ഇതാ ഞങ്ങൾ ഇങ്ങനെ പള്ളിയിലേക്ക് എത്തി. ഇവിടെ ഒരു ലോഡ് ആൾക്കാരുണ്ട്. ആൾക്കാർ ഫുള്ള് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കട്ടെ. നമ്മളത് എത്തി, മോസ്കിലേക്ക് എത്തി ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അത്രയും സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്രൗഡുണ്ട്, ഇഷ്ടം പോലെ ക്രൗഡുണ്ട്. ക്രൗഡിനെ വെട്ടിച്ചുകൊണ്ട് ഞാനും ലിറ്റനും. കമോൺ ലിറ്റൻ. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതേ കിടക്കണ നമ്മുടെ മോസ്കിൻ്റെ ഫ്രണ്ട് രൂപം. ഒത്തിരി പേര് വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങുകയാണ്. ഇനി പുറത്തെത്തിയപ്പോഴാണ് ഇതാ ഈ കാഴ്ച കണ്ടത്. ഇത് മറ്റേ സാധനമല്ലേ, മറ്റേ ഉണ്ടട്ടുകാണ്ട് വെടി പൊട്ടിച്ചുന്ന സാധനം. അതന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ
ഇവിടെ ഈ അതിൻ്റെ ഉള്ളിലൊരു ഉണ്ടാണ്ടിടും, ഒരു തിരിയല്ല, ഒരു എന്തിന് പറയാ, ഒരു ചടക്കം. എത്തപ്പിന് പറയാ, മറ്റേ ബോംബല്ലാത്ത എന്തൊരു സാധനം ഉണ്ടല്ലോ, അതായത് അവിടെ ഇടും, ആട് പൊട്ടും ഒന്നായിട്ട്. അപ്പോൾ ആണ് ബാങ്ക് കൊടുക്കുക. ആദ്യം അത് പൊട്ടും, എന്നിട്ട് ബാങ്ക് കൊടുക്കും. മിലിറ്ററി വെഹിക്കിൾസ് ഒക്കെ കണ്ടില്ല അതിൻ്റെ ബാക്കിലൊക്കെ. എന്തായാലും ഗൈസ്, ആൾക്കാരൊക്കെ കുറേയൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ ആയത് ഏറ്റവും നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് പോയിരിക്കാം, നമുക്ക് നടക്കാം, ഒരു പ്രശ്നമില്ല. തിരക്ക് കൂടി കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറാവും. ഗൈസ്, ഇതാ കാണുന്ന നമ്മളെ ഇഫ്താർ ബോക്സ്. ഈ ബോക്സ് ആയിരിക്കും എനിക്കും നിങ്ങൾ ഇങ്ങോട്ട് ഗസ്റ്റായിട്ട് വരുന്ന എല്ലാവർക്കും ഇവർ തരാൻ പോകുന്ന അതിഗംഭീരമായ ഐശ്വര്യത്തിൻ്റെ ആ ബോക്സ്. ഇതിനുള്ളിൽ കുറേ സംഭവങ്ങളുണ്ട്, നമുക്കതൊക്കെ ഒന്ന് തുറന്ന് നോക്കാണ്ട് ഗൈസ്. ഞങ്ങളെന്തായാലും പള്ളിയുടെ സൈഡിലല്ല ഇരിക്കുന്നത്, ഇത് പള്ളിയുടെ സൈഡാണ്. ഇത് ഏത് സൈഡാണെന്ന് അറിയില്ല കേട്ടോ. ഈ സൈഡിലല്ല ഞങ്ങളിരിക്കുന്നത്, ഞങ്ങളിങ്ങനെ കുറച്ച് താഴേക്ക് ഇറങ്ങി പോവാണ്. ഇതാ ദൂരെ അങ്ങോട്ട് കണ്ടില്ലേ, അങ്ങോട്ട് നമുക്ക് എത്താം കേട്ടോ. ഇതിലിങ്ങനെ വളഞ്ഞ് നമുക്ക് താഴോട്ടേക്ക് അങ്ങനെ പോയിട്ട് നമുക്ക് കുറച്ച് ലോങ്ങിലേക്ക് അപ്പുറത്ത് അവിടെ കുറച്ചും കൂടി നല്ല വിടുത്തായിട്ട് നല്ല വൈഡായിട്ടുള്ള നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെയും നല്ല ക്രൗഡ് ഉണ്ടാവും. പക്ഷെ നമ്മൾ പോകുന്നത് നേരത്തെ ആയതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് അറിഞ്ഞത്. സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗ്രൗണ്ട്. നമ്മളിതാ ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ സ്ട്രെയിറ്റ് കുറച്ചങ്ങനെ നടന്നു പോയി നോക്കാം. നമുക്ക് ഇവിടെ എന്തായാലും ഫുള്ളായി തുടങ്ങി. നമുക്ക് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് ഇവിടെ ഇരിക്കാം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഇരിക്കാം നമുക്ക്. അൽഹംദുലില്ലാ, ഫൈനലി ഞങ്ങളവിടെ ഇരുന്നു. റോക്കറ്റൊക്കെ പോകുന്നുണ്ട്, കൂത്ത റോക്കറ്റ്. ഒന്നല്ല, ഒരു 2-3 പോകുന്നുണ്ട് കേട്ടോ റോക്കറ്റ്. അത് നോക്കിയിട്ടെങ്കിലും ഇരിക്കട്ടെ. റോക്കറ്റിനൊക്കെ എന്താ സ്പീഡ്, ഏതാ സാധനം എന്നറിയാം, ഉണക്കെ പാറി. ഞങ്ങളുടെ ചുറ്റിനുണ്ടായിരുന്നത് അറബികളാണ്. ഏത് രാജ്യത്തിലുള്ള അറബികളാണെന്നറിയില്ല, എന്തായാലും ഇവിടുത്തെ ലോക്കൽസ് അല്ല. ഗൈസ്, നമ്മുടെ ബോക്സ് കേട്ടോ. ഇതും ഒരു പൊതിയുണ്ട്. എന്തായാലും കുറച്ച് വേണ്ടി ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഗൈസ്, ആളുകൾ ഓൾറെഡി ബോക്സുകളൊക്കെ പൊട്ടിച്ച് തുറക്കൽ തുടങ്ങി. പിന്നെ ബോക്സുകൾ വേറെയും കിട്ടുമെന്നുള്ള രൂപത്തിൽ ആളുകൾ ഇറങ്ങി ഓടി ഇവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ പല കോമഡികളും ഇതിൻ്റെ ഇടയിലൂടെ നടന്നു പോകുന്നുണ്ട്. എന്തായാലും കുറേ വ്ളോഗേഴ്സും ടിക്ടോക്കേഴ്സൊക്കെ ആണെന്ന് തോന്നുന്നു. കുറേ പേര് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഭാര്യക്കും മക്കൾക്കും വീട്ടിലേക്കൊക്കെ കഴിഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. ഞങ്ങളിവിടെ ഇന്നിവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളിവിടെ സെറ്റപ്പാണേ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ശരിക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. എക്സ്പീരിയൻസ് ചെയ്തവർ പറയും നിങ്ങളോട് ഒരു വട്ടെങ്കിലും ഒന്ന് പോകണം എന്നുള്ളത്. രസമാണത്. എന്തായാലും സൂര്യനൊക്കെ അസ്തമിക്കാനായി. ഇനി നമ്മുടെ ബാങ്കും കൂടിയും കൊടുത്താൽ മതി. ഞങ്ങൾ ഇരുന്ന് മടുത്തിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഇപ്പോൾ. കാലൊക്കെ നല്ല വേദനിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കണം ഇവിടെ മൊത്തം. മൊത്തം നിറഞ്ഞ് ഒത്തിരി ആൾക്കാർ. 6:22 ഇപ്പോൾ സമയം. 6:29 ബാങ്ക്. അപ്പോൾ നമ്മുടെ സാധനങ്ങളും സെറ്റാണ്. കുറേ നിന്നതിന് ശേഷം കുറേ ഇരുന്നതിന് ശേഷം നമ്മളൊന്ന് നിന്നു അല്ലേ. കാല് അത്രക്കും വേദനിച്ചു. 1 മണിക്കൂറായി ഇപ്പോൾ ഇവിടെ ഇരിക്കലായിട്ട് ഞങ്ങൾ നിൽക്കൽ തുടങ്ങിയിട്ട്. ഗൈസ്, അവിടെയാണ് ഒരു ഗേറ്റ്. ആ ഗേറ്റ് തുറന്നിട്ട് ഒത്തിരി പേരെ അവിടെ നിന്ന് കടത്തി വിടുകയാണ്. പിന്നെ ഒരു ദിവസം അവിടെയൊക്കെയാണ് പൂട്ടിയിട്ടിട്ടതെന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ കുറേ CID പോലീസ്, കുറേ സെക്യൂരിറ്റീസൊക്കെ, അങ്ങനെ കുറേ പേരുണ്ട്. സമയം ഏതാനും അടുത്ത് വരുമ്പോൾ വിശപ്പിൻ്റെ ഘടന കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതുപോലെ പണിയെടുക്കുന്ന കുറേ ചെക്കന്മാരുണ്ട് കേട്ടോ, വളണ്ടിയേഴ്സ് അല്ലേ. 6:24 ദൈവന്മാരൊക്കെയാണ് സമ്മതിക്കേണ്ടത്. എന്തോരം പണിയെടുക്കുന്നുണ്ടെന്ന് അറിയാം. പാർട്ട് ടൈം ജോബായിരിക്കോ ഫുൾ ജോബായിരിക്കോ എന്താണെന്ന് അറിയില്ല. എന്നാലും കൊള്ളാം. ഫുൾ ടൈം ആയിരിക്കും അല്ലേ. കുറേ പാക്ക് ചെയ്തു മാനേജ് ചെയ്യാൻ. നമ്മൾ വരുമ്പോൾ ഒരു ഫാമിലി വരുന്നുണ്ടായിരുന്നു. ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ അത്രയും കഠിനാധ്വാനം ചെയ്ത് ആൾക്കാരെയൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയത് കണ്ടോ. അതാണ് പവർ. ഒരു മലയാളി ഫാമിലിയാണ് തോന്നുന്നുണ്ട്. ഫൈനലി ആ ഫാമിലി അവിടെ ഇരുന്നിട്ടോ. അറബി പുള്ളിയാണ് സെറ്റാക്കി കൊടുത്തത്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കൈവറക്കുന്നുണ്ട്. അബുദാബിയിൽ നിന്ന് ഇവിടെ വരെ വന്നതല്ലേ ഇവിടെ. ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും സൈലൻ്റായി അല്ലേ. അപ്പോൾ ഗൈസ്, നമ്മുടെ പെട്ടി ബോക്സ് ഇത് തുറക്കുകയാണ്. ഇനി വെറും 2-3 മിനിറ്റും കൂടിയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ
ബോക്സ് ഇതാണ് നമുക്കുള്ള ഫുഡ്. പിന്നെ ഒരു കവർ വേറെ ഉണ്ട്. ഇതിൽ ഫുള്ള് പാനീയങ്ങളാണ്. ഇവിടെ നമുക്ക് ബിരിയാണി ഉണ്ട്, മറ്റേ എന്താണ് വെജിറ്റബിൾസ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഇതെല്ലാം കോരി തിന്നാണ് സ്പൂളുണ്ട്, പിന്നെ പഴമുണ്ട്. ബോക്സിൽ മിക്കവാറും ഈത്തപ്പഴ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ലെറ്റ് മീ ചെക്ക്. ശരിയാണ്, ബോക്സ് നിറച്ച് ഈത്തപ്പഴമാണ്. നമുക്ക് കഴിക്കാൻ ഇഷ്ടം വേണ്ട പോലെ കഴിക്കാനുള്ള ഈത്തപ്പഴുണ്ട്. മട്ടനാണ് കേട്ടോ, മട്ടൻ ലെഗൊക്കെ കണ്ടില്ലേ. അതുപോലെ ഇതായി കവർ തുറന്നാൽ ഇത് ഫുള്ള് പാനീയങ്ങളാണ്. നമുക്ക് ലെമനപ്പുണ്ട്, വെള്ളമുണ്ട്, പിന്നെ നമുക്കൊരു ജ്യൂസ്, ഒരു കൈതച്ചക്ക ജ്യൂസ്, പിന്നെ നമുക്ക് കവറ ഇതേ ഒരു അല്ലൈൻ ഫാമിൻ്റെ ഒരു പാലുണ്ട്, ലിനം ഫ്രഷ് ലബാൻ അതുണ്ട്. ഇതാണ് നമ്മുടെ കിറ്റ്. ഇതിൻ്റെ ഇടയിൽ വേറെ സാധനം കൂടെ ഉണ്ട്. ഇത് നമുക്ക് കൈ തോത്താനുള്ള ഇതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. കൈ തോത്തുവാൻ ഉള്ള ടിഷ്യൂ കൊടുത്തു ഗൈസ്. ഈത്തപ്പഴം വെള്ളം കുടിച്ചോ. പാവങ്ങൾ, ഇവർക്കൊക്കെ നോമ്പ് തുറക്കാനുള്ള സമയമാവുന്നുള്ളൂ കേട്ടോ ഗൈസ്. എനിക്ക് കിട്ടിയത് വലിയ അലാക്കിൻ്റെ മട്ടൻ കാല് ഗൈസ്. എൻ്റെ ഒരു ഭാഗ്യം നോക്കി. ലിറ്റ് നിനക്ക് എന്താ കിട്ടിയത്? കുഞ്ഞി പീസ്, അത് വെച്ച് കഴിച്ചോ ഗൈസ്. എൻ്റെ ഈ അലാക്കിൻ്റെ മട്ടൻ എന്ത് ടേസ്റ്റ് എന്നറിയാം. നല്ല ഇറച്ചി, നല്ല കിടില സാധനം. എൻ്റെ ഒപ്പമുള്ളവരൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ വല്ലാത്തൊരു ഭാഗ്യമുള്ള കള്ള നമുക്കെന്ന്. എന്തായാലും നല്ല ചിക്കൻ, നല്ല ഇങ്ങനെ അങ്ങനെ ഒഴുകി വരുന്ന നല്ല ചിക്കനൊക്കെ ഉണ്ട്. അത് ആടിൻ്റെ ഒരു കാല് ഫുൾ എൻ്റെ കയ്യിലാണ്. അത് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഒരു ഭാഗ്യം വേണം. മാഷാഅല്ലാഹ്, എല്ലാവരും മാഷാഅല്ലാഹ് പറഞ്ഞോളൂ. കാണുന്നവർ മൊത്തം മാഷാഅല്ലാഹ് പറയണം. സത്യം. അതെ ഗൈസ്, അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇതാ എല്ലാവരും ഇറങ്ങി പോവുകയാണ്. ഇതെല്ലാം ഇനി ചെയ്യാൻ ഇവിടെ വേറെ ആൾക്കാർ വരും ഗൈസ്. നമ്മുടെ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ബോക്സൊക്കെ അവിടെ ഇട്ടിട്ട് പോകും. എല്ലാവരും അതേപോലെ തന്നെ എല്ലാവരും ബോക്സ് ഇട്ട് ഇവിടെ നിസ്കരിക്കുന്നവരുണ്ട്, അവിടെ തന്നെ നിസ്കരിക്കുന്നവരുണ്ട്. പിന്നെ ഇപ്പോൾ ഗൈസ് എല്ലാവരും പരിപാടി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകാം. നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് പോകും ഗൈസ്. കഴിഞ്ഞ് പോകുമ്പോഴുള്ള ഭയങ്കരമായ ക്രൗഡാണ് ഗൈസ്. ഇത് ഇത്രയും ക്രൗഡുണ്ട് ഇവിടെ, അത്രയും ആളുകളുണ്ട്. എൻ്റെ പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി. ഉള്ളിലേക്കും കയറാം, പുറത്തേക്കും ഇറങ്ങാം. അപ്പോൾ ഗൈസ്, നമ്മളിനി ഉള്ളിലേക്ക് കയറാൻ പോണേ. എനിക്ക് അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് നിസ്കരിക്കും ചെയ്യാം. ഞാൻ എൻ്റെ ഷൂറാക്കിൽ വെച്ചിട്ടുണ്ട്. ഷൂറാക്കി നമ്പർ 44. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്കിതാ ഉള്ളിലേക്ക് കയറാം. ഗൈസ് നല്ല ക്രൗഡുണ്ട് കേട്ടോ. എൻ്റെ ബാക്കിൽ നല്ല ക്രൗഡുണ്ട്. എല്ലാവരും ഇതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഗൈസ് ഉള്ളിലെത്തി. ഇതാണ് ഉള്ളിലെ വ്യൂ. പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഇത് ഫ്രണ്ട് സൈഡാട്ടോ, കവാടം കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട് സൈഡാണത് ഗൈസ്. തൽക്കാലം നമുക്കിവിടെ ഈ മിഡിൽ നിസ്കരിക്കാം ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഉള്ളിലാണ് നമ്മുടെ തറാവിയാണ് ഉള്ളിലുള്ളത്. ഇപ്പോൾ നമുക്ക് മഗ്രിബ് ഇവിടെ സെൻറ്ററിൽ മിഡിൽ നിസ്കരിക്കാൻ പറ്റും. അപ്പോൾ ഉളു എടുക്കാൻ കുറച്ച് ലോങ്ങിലേക്ക് കുറച്ച് അങ്ങോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ് ആദ്യമായിട്ടാണ് എസ്കലേറ്ററിൽ ഷോക്സ് ഇട്ട് പോകുന്നത്. എനിവേ ഞങ്ങളിപ്പോൾ ഒളു എടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അവനെയും കൂട്ടിയിട്ടുണ്ട് ഞാൻ. നേരെ താഴെ പോകണം ഗൈസ്. ദാ ഒളു എടുത്ത് ഷോക്സൊക്കെ ഒരുയിട്ട് തന്നെയാണ് വീണ്ടും എസ്കലേറ്ററിൽ. അപ്പോൾ ഇനി നേരെ പോയിട്ട് നമുക്ക് ആ മിഡിൽ പോയിട്ട് നിസ്കരിക്കാം ഗൈസ്. നിസ്കാരം കഴിഞ്ഞു. ഈ കൂട്ടം എങ്ങോട്ടാണെന്ന് അറിയോ? ഇത് നേരെ പള്ളിയുടെ മെയിൻ
ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിൽ അവിടെ തറാവിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ജനക്കൂട്ടാണ്. തറാവിക്ക് പോകുന്നവർ മാത്രമല്ല കേട്ടോ ഈ പോകുന്നത്, പള്ളിയുടെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്. പള്ളിയുടെ ഉള്ളിൽ കാണണം നിങ്ങൾ. പള്ളിയുടെ ഉള്ളിൽ മാത്രമല്ല, അതിനകത്ത് കുറച്ച് ലൈറ്റ്സ് ഉണ്ട്, അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അത് നല്ല കൂളടിക്കുന്നുണ്ട്, നല്ല തണുപ്പ് വരുന്നുണ്ട്. താഴെയുള്ള ഈ മാർബിൾസിനൊക്കെ ഒരു പ്രത്യേക തണുപ്പ് ഗൈസ്. പിന്നെ അതുപോലെ ഇവിടുത്തെ ഡിസൈൻസ്, ഈ താഴെയുള്ള മാർബിൾസിൻ്റെ ഡിസൈൻസ്, ഈ ചുമരിലുള്ള ഡിസൈൻസ്, ഈ ലൈറ്റ്സ്, ഓഫ്. ഇനി നമ്മൾ കയറാൻ പോകുന്നതാണ് മെയിൻ ഏരിയ ഗൈസ്. നമ്മളിതാ കടന്നു പോവാണ്. ഗൈസ്, ഇപ്പം നിങ്ങൾ കാണുന്നതാണ് കിബിലയുടെ ഭാഗം. അവിടെയാണ് അള്ളാൻ്റെ 99 പേരും വെച്ചിട്ടുള്ള നല്ല അടിപൊളി കോളിഗ്രാഫീസ് ചെയ്തിട്ടുണ്ട്. കുഫിക് കോളിഗ്രാഫി എന്നാട്ടാ ഇത് അറിയപ്പെടുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ലൈറ്റ്. എൻ്റെ മോനെ, ഇതൊന്ന് കണ്ടു നോക്കി ഗൈസ്. ഇവിടെ ഓരോരോ ഈ ചെരുപ്പ് വെക്കുന്ന സാധനത്തിലൊക്കെ ഓരോ നമ്പറുണ്ട്. അപ്പോൾ നമ്മുടെ നമ്പർ 44 ഞാൻ മുന്നേ നേരത്തെ വെച്ചില്ലേ. അപ്പോൾ ഞാനത് വെച്ചിരുന്നത് ഇത് ആ ഭാഗത്തായിരുന്നു വെച്ചത്. അതിപ്പോൾ നിസ്കാരമെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓർക്കുക, നിങ്ങൾ പോകുമ്പോൾ ആദ്യം നമ്പർ എടുത്ത് വെക്കുക. ആ ഓർമ്മയിൽ വേണം, എങ്കിൽ ഒരു പ്രശ്നമില്ല അല്ലടാ. ഇനി എൻ്റെ നല്ല മനസ്സിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്ന് വന്ന ബസ് 094 4 മണിക്കാണ്, ഒരു 4:05 ബസ് വന്നത്. ബസ്സിലാണെങ്കിൽ മുട്ടൻ തിരക്ക്, ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ നിന്നത് ഡോറിൻ്റെ സൈഡിലാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ കുറച്ചും കൂടി നേരത്തെ പോകാൻ പറ്റുമെങ്കിൽ അത്രയും നേരത്തെ പോവുക. ഇവിടെ വന്നിട്ട് നമുക്ക് ഇന്ന് വിഷ്വലൈസ് ചെയ്യാനുണ്ട്, ഇതൊക്കെ ഒന്ന് കാണാനുണ്ട്. നേരത്തെ വന്ന് ചോദിച്ചിട്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ബസ്സിലൊക്കെ കയറി കഴിയുമ്പോൾ ബസ്സിൽ നമ്മുടെ പോലെ ആവില്ല എല്ലാവരുടെയും സ്വഭാവം. പല രാജ്യക്കാർ പല സ്വഭാവത്തിലുള്ള ആളുകളായിരിക്കും. നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റണം അത്രത്തോളം കൺട്രോൾ ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ നല്ല അടി പിടിക്കും. കാരണം അവർ ചിലപ്പോൾ ഇവിടെയുള്ള രാജ്യക്കാർ പല രാജ്യക്കാരായിരിക്കും. ഇവിടുത്തെ ഭാഷ സംസാരിക്കുന്ന വേറെ പല രാജ്യക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കൺട്രോൾ ഉണ്ടാവില്ല. പിന്നെ ഞാനിപ്പോൾ ഒരു 5 ആളുടെ കൂടെയാണ് ഞാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഭയങ്കര അഹങ്കാരമായിരിക്കും. എൻ്റെ കൂടെ 4 ഉണ്ടല്ലോ, അതിൻ്റെ അഹങ്കാരം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോള്, നമ്മളുടെ മൗത്തിൻ്റെ കൺട്രോള്, നമ്മുടെ എല്ലാ കൺട്രോളും നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നിൽക്കുക. കാരണം നമ്മൾ നോമ്പ് തുറക്കാനാണ് പോകുന്നതെന്നുള്ളൊരു നിലയിൽ വരിക. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കന്തൂർ എന്നിട്ടിട്ട് ആരും ബസ് കയറിയിട്ട് ഒരിക്കലും വന്നേക്കരുത്. അത് ടോപ്പ് ഫാൾട്ടാണ്. ഒരിക്കലും കന്തൂർ ഇട്ടിട്ട് ഷെയ്ഖ് സയദ് മോസ്കിലേക്ക് നിങ്ങൾ നോമ്പ് തുറക്കാൻ വരരുത്. ബസ്സിന് വരികയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെ കാറിന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്കത് സേഫായിരിക്കും, അടിപൊളിയായിരിക്കും. അല്ലാതെ നിങ്ങൾ ഒരിക്കലും കന്തൂർ ഇട്ടിട്ട് ഒരിക്കലും വരരുത് ഗൈസ്, നിങ്ങൾ പെട്ടുപോകും. പിന്നെ ആ ഷെയ്ഖ് സയദ് മോസ്കിൻ്റെ ആ റൂട്ടിലേക്കൊക്കെ പോകുന്ന ബസ്സിനൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നവരൊക്കെ അവരുടെ മാനേജേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ ഡ്യൂട്ടി തീർക്കാൻ നോക്കുക. ഒരു 3 മണിക്ക് ശേഷം അവർക്ക് ഡ്യൂട്ടി വെക്കരുത്. കാരണം അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ബസ്സിന് അവർക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ശനിയും ഞായറും എനിക്ക് തോന്നുന്നത് അത്രയും തിരക്കാണ്. കാരണം കുറേ പേര് ഞാൻ വരുമ്പോൾ കണ്ടു, കുറേ പേര് വരുന്ന വഴിയിൽ അവർ ബ്ലോക്കായിപ്പോയി, അവർക്ക് ബസ് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഫാമിലി ആയിട്ട് വരുന്നവർ ബുദ്ധിപൂർവ്വം ഒരു 1 മണിക്ക് ശേഷം തന്നെ എങ്ങനെയെങ്കിലും ഇറങ്ങാൻ നോക്കുക. കാരണം ഒരു 3-4 മണിക്ക് ശേഷമാണ് നിങ്ങൾ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആണുങ്ങൾ ഇറങ്ങിയിരിക്കും, പെണ്ണുങ്ങൾ ഇറങ്ങുമ്പോഴത്തേന് കുറച്ച് സമയമാവും. അങ്ങനെ ചെയ്യരുത്. 1 മണിക്ക് എല്ലാവരും ഇറങ്ങുന്ന രീതിയിലാക്കുക. ഒരു 3-4 മണിക്ക് ശേഷമൊക്കെ ബസ്സിൽ ഒരിക്കലും ചെന്ന് പോകാൻ പറ്റില്ല. കാരണം ഒന്നാമത് നമ്മൾ മലയാളികളോ നമ്മുടെ രാജ്യക്കാരോ അല്ല ബസ്സിലുണ്ടാവുക, കൂടുതലും പല രാജ്യത്തുള്ള ആൾക്കാർ.